പ്രൈസ് ദി ലോർഡ്. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വലിയൊരു നാമത്തിൽ എന്റെ സ്നേഹവും വന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവന്റെ ചിന്തയ്ക്കായി ഒരു ദൈവത്തിന്റെ ഭാഗം വായിക്കുന്നു. റോമർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായം അതിന്റെ 17-18 വാക്യങ്ങൾ. എന്നാൽ നിങ്ങൾ പാപത്തിന്റെ ദാസന്മാർ ആയിരുന്നു എങ്കിലും നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപത്തെ ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ച് നീതിക്ക് ദാസന്മാരായി തീർന്നതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ എന്ന പൗലോസ് ഇവിടെ നമുക്ക് നൽകുന്ന ഒരു അറിയിപ്പാണ്, ഒരു മുന്നറിയിപ്പാണ്, ഒരു ആലോചനയാണ്, ദൂതാണ്. ഹല്ലേലൂയ. എന്താണ് ഇവിടെ വായിച്ചത്? ഹല്ലേലൂയ. പാപത്തിൽ നിന്നും സകല ജനവും വിടുതൽ പ്രാപിക്കണം, മോചനം പ്രാപിക്കണം. അതുകൊണ്ടാണ് റോമർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായം അതിന്റെ 15 തൊട്ട് വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണുന്നത്, എന്നാൽ എന്ത് ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്രേ അധീനരാകിയാൽ നാം പാപം ചെയ്യുക എന്ന് ഒരു നാളും അരുത്. നിങ്ങൾ ദാസന്മാരായി അനുസരിപ്പാൻ നിങ്ങളെ തന്നെ സമർപ്പിക്കുകയും നിങ്ങൾ അനുസരിച്ച് പോരുകയും ചെയ്യുന്നവന് ദാസന്മാർ ആകുന്നു എന്ന് അറിയുന്നില്ലയോ? ആമേൻ. ഒന്നുകിൽ മരണത്തിനായി പാപത്തിന്റെ ദാസന്മാർ, അല്ലെങ്കിൽ നീതിക്കായി അനുസരണത്തിന്റെ ദാസന്മാർ എന്ന വചനം പറയുന്നത്. ഇവിടെ നാം ചിന്തിക്കുന്ന വചനം ഇന്ന് പറയുന്നത്, എന്നെ കേൾക്കുന്ന പ്രിയര്, ഒന്നെങ്കിൽ നമ്മൾ പാപത്തിന്റെ ദാസന്മാർ അല്ലെങ്കിൽ നീതിയുടെ ദാസന്മാർ. പാപത്തിന്റെ ദാസന്മാരായി ജീവിക്കുവാൻ നമുക്ക് ഈ ലോകത്തെ അനുകരിച്ചാൽ മതി. എന്നാൽ നീതിയുടെ ദാസന്മാരായി ജീവിക്കണമെങ്കിൽ നമ്മൾ ക്രിസ്തുവിനെ അനുകരിക്കണം. ഹല്ലേലൂയ. പാപം എന്ന് പറയുന്ന സാത്താൻ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും. ആമേൻ. നീതി എന്നുള്ളത് ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതാണ്. അവിടെ ഈ ലോക ജീവിതത്തിൽ പ്രായോഗിക വിശുദ്ധി നമ്മൾ പ്രാപിച്ചുകൊണ്ട് വേണം ജീവിക്കുവാൻ. പ്രായോഗിക വിശുദ്ധി എന്ന് പറയുമ്പോൾ നിങ്ങൾ കടന്നു പോകുന്ന എല്ലാ മേഖലകളിലും പ്രായോഗിക വിശുദ്ധി വേണം. അതിരാവിലെ രാവിലെ വീട്ടിൽ നിന്ന് നിങ്ങൾ ജോലിക്ക് പോകുന്ന മേഖലകൾ ഏതായിരുന്നാലും നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രായോഗിക വിശുദ്ധി ഉണ്ടായിരിക്കണം. പാപത്തിന്റെ ദാസന്മാരോടൊപ്പം ചേർന്ന് നിങ്ങൾ ജോലി ചെയ്യുമ്പോൾ നിങ്ങളും പാപത്തിന്റെ ദാസന്മാരായി മാറാതെ നിങ്ങൾ അവരുടെ മധ്യത്തിൽ നീതിയുടെ ദാസന്മാരായി നിൽക്കണമെന്ന് പരിശുദ്ധാത്മാവ് ഓർമ്മിക്കുക. അപ്പോൾ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും പാപം കത്രത്ത് നടത്താൻ പാടില്ല. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നീതി നടത്തണം. 24 മണിക്കൂർ നീതി നടത്തുവാൻ വേണ്ടി നമ്മുടെ ശരീരത്തെ, ജഡത്തെ, മനസ്സിനെ, ഹൃദയത്തെ നാം വിട്ടുകൊടുക്കുന്നെങ്കിൽ ഈ ലോകത്തിന്റെ ഏത് മൂലയിലൂടെ നമ്മൾ യാത്ര ചെയ്താലും പാപത്തിന് അധീനമായി മാറത്തില്ല. എന്നാൽ പാപം നമ്മൾ കുടികൊള്ളത്തക്ക നിലയിൽ നമ്മൾ പാപത്തിന് വിധേയപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ള നീതി നഷ്ടപ്പെടും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിങ്ങളുടെ ഉള്ള നീതി നഷ്ടപ്പെട്ടു പോകാതെ നിങ്ങൾ പാപത്തിന്റെ ദാസന്മാരായി മാറും. പാപത്തിൽ മോചനം പ്രാപിക്കണം. എങ്കിൽ മാത്രമേ നിനക്കും നിന്റെ കുടുംബത്തിന് ഉയർച്ച പ്രാപിക്കാൻ കഴിയുള്ളൂ. ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, ലോകത്തിലുള്ള സകല മനുഷ്യരും പാപത്തിന്റെ ദാസന്മാർ, നീതിയുടെ ദാസന്മാരെ ജീവിക്കും. പാപത്തിന് അധീനമായി ജീവിച്ച് കർത്താവ് മനുഷ്യൻ സ്വയം നശിച്ചു പോകാതെ മാനസാന്തരപ്പെട്ട് മടങ്ങി നിത്യജീവനെ പ്രാപിച്ചിട്ടുണ്ട്. നീതിയുടെ ദാസന്മാർ കർത്താവിന്റെ വരവിനായി ഒരുക്കമുള്ളവരായി നിത്യതയ്ക്ക് വേണ്ടി പ്രത്യാശയോടെ ജീവിക്കട്ടെ ആകണമേ. ലോകം മുഴുവൻ പാപത്തിൽ നിറയപ്പെട്ട് കിടക്കും. അതിൽ വീണു പോകാതിരിക്കണം ഇടയാകണം. കർത്താവിന്റെ നാമത്തിൽ ഏൽപ്പിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ.